ഹോർമുസ് കടലിടുക്കിൽ യുദ്ധസമാന സാഹചര്യം. ഇറാന്റെ തുറമുഖങ്ങൾക്കും തീരപ്രദേശങ്ങൾക്കും ചുറ്റും 15-ലധികം യുദ്ധക്കപ്പലുകൾ അമേരിക്ക വിന്യസിച്ചു. ഉപരോധം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. എന്നാൽ കനത്ത തിരിച്ചടി നൽകുമെന്നും കരയുദ്ധം തുടങ്ങിയാൽ നേരിടും എന്നുമാണ് ഇറാന്റെ മുന്നറിയിപ്പ്. അതേസമയം പോപ്പിനെ വീണ്ടും അധിക്ഷേപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്തെത്തുകയും ചെയ്തു. വിനീത വേണുവാണ് വാർ ഡെസ്കിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നത്. വിനീത, ഗുഡ് മോർണിംഗ്. ഈ ഒരു ഇസ്ലാമാബാദിലെ ചർച്ചയിൽ ലോകത്തിനാകെ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ഒരു സമാധാനം പുലരുമെന്ന് നമ്മളാകെ കരുതിയതുമാണ്. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ മോശം അവസ്ഥയിലേക്ക്, കൂടുതൽ സങ്കീർണമാവുകയാണോ? ഗുഡ് മോർണിംഗ് ആര്യ, ഷിയാസ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോകരാജ്യങ്ങളാകെ പ്രതിഷേധമുയർത്തുമ്പോഴും ഇപ്പോൾ അമേരിക്ക നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഉപരോധത്തിന് പിന്നാലെ ഹോർമുസ് കടലിടുക്കിൽ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 15ഓളം യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറാനുമേലുള്ള ഉപരോധം അത് ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ കൂടുതൽ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിരിക്കുന്നത്. ഇതിൽ കൃത്യമായി തന്നെ അമേരിക്ക ലക്ഷ്യമിടുന്നത് ഒരു കപ്പലുകളും ഹോർമുസ് കടക്കാൻ, അകത്തേക്കായാലും പുറത്തേക്കായാലും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കപ്പലുകളും കടക്കരുത് എന്നതാണ് ലക്ഷ്യമിടുന്നത് അമേരിക്ക. ഇതിലിപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലെ ചില പ്രതികരണങ്ങൾ കൂടി വരികയാണ്. അമേരിക്കയ്ക്കെതിരെ ഈ യുദ്ധം അത് ഏത് രീതിയിൽ വേണമെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ഇറാന്റെ പ്രസ്താവന വന്നതിന് പിന്നാലെ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളുടെ കൂടി പ്രതികരണം വരുന്നു. ഈ ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ സ്വത്ത് അല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് UAE. ഈ ഗൾഫ് രാജ്യങ്ങൾ ഹോർമൂസിനെ മോചിപ്പിക്കാനുള്ള രാജ്യാന്തര ശ്രമങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നാണ് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഇസ് അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം പ്രതികരിച്ചത്. ഇറാന്റെ ആക്രമണങ്ങൾ ഏതായാലും ഗൾഫ് രാജ്യങ്ങൾ വിലയിരുത്തുന്നുമുണ്ട്. ഒറ്റ കപ്പലുകളും മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നതാണ് അമേരിക്ക ശക്തമായ നിലപാടെടുക്കുന്നത്. ഈ ചില കപ്പലുകൾക്കൊക്കെ അമേരിക്ക നോട്ടീസ് നൽകിയുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഉപരോധം ലംഘിക്കുന്ന കപ്പലുകൾ പിടിച്ചെടുക്കും എന്നതാണ് ഏറ്റവും ഒടുവിലായി ഭീഷണി വരുന്നത്. UK മാരിടൈം ഏജൻസി ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. മുഴുവൻ ഗതാഗതവും നിരോധിക്കും ഹോർമുസ് വഴി എന്നതാണ് ട്രംപ് പറയുന്നത്. ഏതായാലും ഇറാൻ ഒരു സമയപരിധി നൽകിയത് അവസാനിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാ കപ്പലുകളും തടയുകയാണെന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡും ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. ഇതിലിപ്പോൾ പാകിസ്ഥാൻ വീണ്ടും സമാധാന ചർച്ചകൾക്ക് ശ്രമം നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. പക്ഷേ അത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം എന്നതിലേക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. ഐക്യരാഷ്ട്രസഭയുടെ ഒരു പ്രതികരണം വരുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാകണം. ഈ രീതിയിലുള്ള ഉപരോധത്തിലേക്കോ മറ്റ് യുദ്ധ സാഹചര്യത്തിലേക്കോ പോകരുത് എന്നതാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഇറാൻ ശക്തമായ തന്നെ നിലപാടെടുക്കുന്നു. ഒരു തരത്തിലും അമേരിക്കയുടെ ഇത്തരത്തിലുള്ള ഭീഷണികൾക്ക് വഴങ്ങില്ല. ഈ തങ്ങളുടെ തുറമുഖങ്ങൾ ഭീഷണി നേരിട്ടാൽ ഗൾഫിലെയും ഒമാനിലെയും ഒരു തുറമുഖവും സുരക്ഷിതമായിരിക്കില്ല എന്നതാണ് ഇറാൻ ശക്തമായ ഭാഷയിൽ ഇപ്പോൾ മറുപടി നൽകുന്നത്. സുരക്ഷ എല്ലാവർക്കും വേണം, അതല്ലെങ്കിൽ ആർക്കും വേണ്ട എന്നതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്. ഏതായാലും ഒരു ദിവസം 150ഓളം കപ്പലുകൾ കടന്നുപോയിരുന്നതാണ് ഈ ഹോർമുസ് കടലിടുക്ക്. അതിപ്പോൾ കുറച്ച് നാമമാത്രമായ കപ്പലുകൾ എന്ന നിലയ്ക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നതാണ്. ഈ F-35 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ വിന്യസിച്ചിട്ടുള്ള യുദ്ധക്കപ്പലുകളാണ് ഇപ്പോൾ അമേരിക്ക അവിടെ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. അങ്ങനെയെങ്കിൽ ഒരു കരയുദ്ധത്തിൽ, നാവിക യുദ്ധത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. അത്തരത്തിൽ സാഹചര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. വിനീത, ഒരു കാര്യം കൂടി, അതായത് ഈ പോപ്പിനെതിരായിട്ടുള്ള ട്രംപിന്റെ അധിക്ഷേപം അത് നമ്മൾ ഇന്നലെ കണ്ടു. അതിന് കൃത്യമായ മറുപടിയുമായി മാർപ്പാപ്പ തന്നെ രംഗത്തെത്തിയത് നമ്മൾ കണ്ടു. പക്ഷേ വീണ്ടും ആ അധിക്ഷേപം തുടരുകയാണല്ലോ ട്രംപ്. അതാണ് ഈ അമേരിക്കൻ പ്രസിഡന്റിനെ താൻ ഒരു തരത്തിലും ഭയക്കുന്നില്ല, ആ ഭീഷണി കയ്യിലിരിക്കട്ടെ എന്നുള്ള ലിയോ 14 മറുപടി വന്നതിന് പിന്നാലെ വീണ്ടും ഈ പോപ്പിനെതിരെ അധിക്ഷേപം തുടരുന്ന ട്രംപിനെയാണ് കാണുന്നത്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കണം ഇത്തരത്തിൽ മാർപ്പാപ്പയ്ക്കെതിരെയൊക്കെ ഒരു രാജ്യത്തിന്റെ തലവൻ ഇത്ര രൂക്ഷമായ ഭാഷയിലൊക്കെ സംസാരിക്കുന്നത്. കുറ്റകൃത്യങ്ങൾക്കെതിരെ നിലപാടെടുക്കുന്നതിൽ പോപ്പ് ദുർബലനാണ് എന്ന് ട്രംപ് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മാർപ്പാപ്പയോടും യുദ്ധം എന്ന നിലയ്ക്ക് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ഇതിനെ കാണുകയും ചെയ്യുന്നത്. താൻ വൈറ്റ് ഹൗസിൽ ഇല്ലായിരുന്നെങ്കിൽ ലിയോ വത്തിക്കാനിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ട്രംപ് പറയുന്നത്. മാത്രമല്ല സ്വയം യേശുവായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു AI ഫോട്ടോയൊക്കെ ട്രംപ് സമൂഹ മാധ്യമത്തിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഏതായാലും വലിയ രീതിയിൽ ഇത് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. പോപ്പിനെതിരായ പ്രതികരണം, വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉയരുന്നുണ്ട്. US രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമായാണ് ലിയോ 14 മാർപ്പാപ്പയാക്കിയത് തുടങ്ങിയ അവകാശവാദങ്ങളൊക്കെയാണ് ട്രംപ്
ഉയർത്തുന്നത്. തീവ്ര ഇടതുപക്ഷത്തെ തൃപ്തിപ്പെടുത്തുന്നത് നിർത്തിക്കൊണ്ട് കത്തോലിക്ക സഭയെ നയിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ എന്നൊക്കെയുള്ള ഒരു ഉപദേശവും ട്രംപിന്റെ ഭാഗത്തു നിന്ന് വരികയാണ്. ഏതായാലും ഈ അമേരിക്കൻ നടപടികളെ വിമർശിച്ചാൽ അത് രൂക്ഷമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് കൂടി ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പക്ഷേ ലിയോ മാർപ്പാപ്പ പറയുന്നത് ദൗത്യം തുടരുക തന്നെ ചെയ്യും, യുദ്ധത്തിനെതിരെ ഇനിയും താൻ ശബ്ദിക്കും എന്നതാണ്. ഏതായാലും മാർപ്പാപ്പയുടെ വാക്കുകൾ അത് ഉൾക്കൊള്ളണമെന്നതാണ് ഇപ്പോൾ ലോക നേതാക്കളിൽ പലരും അറിയിക്കുകയും ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ബ്രിട്ടൻ ഹോർമൂസ് കടലിടുക്കിലെ സൈനിക നീക്കത്തെ പിന്തുണയ്ക്കുന്നില്ല, അമേരിക്കയുടെ ഈ നീക്കങ്ങളെ പിന്തുണയ്ക്കുന്നില്ല എന്നൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ ബ്രിട്ടൻ അക്കാര്യം നിലപാട് വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തന്നെ അക്കാര്യം പറയുക കൂടി ചെയ്യുന്നുണ്ട്. പക്ഷേ ഫ്രാൻസ് പൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തുന്നു എന്നതും ശ്രദ്ധേയമാണ്. ലോകരാജ്യങ്ങൾ ഇതിൽ ഭിന്നാഭിപ്രായങ്ങളുമായി രംഗത്തെത്തുന്നു. പക്ഷേ പ്രതിഷേധം ശക്തമാണ്. കാരണം ഈ ചരക്ക് നീക്കം ഈ നിലയ്ക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ വീണ്ടും പ്രതിസന്ധിയിലാക്കും. ഇനിയിപ്പോൾ അമേരിക്ക വീണ്ടും ചർച്ചയ്ക്ക് ശ്രമിക്കുന്നു എന്നുള്ള വിവരങ്ങൾ വരുമ്പോൾ അതിൽ മാത്രമാണ് ഒരു പ്രതീക്ഷ ബാക്കിയാകുന്നത്. തീർച്ചയായും വിനീത വേണുവാണ് വാർ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എന്തായാലും ഒരു സമാധാനം പുലരുമെന്ന് പ്രതീക്ഷിച്ച ഇടത്ത് നിന്ന് വീണ്ടും കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ്. ഹോർമൂസിൽ ഉപരോധം, അമേരിക്കയുടെ ഉപരോധം വരുമ്പോൾ കൂടുതൽ യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് വീണ്ടും കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്.